മൂത്ത കുഞ്ഞിനെ ടോയ്ലറ്റിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഇളയ കുഞ്ഞിനെ എടുത്ത് അച്ഛനെടുത്ത് കിടത്തിയെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ ആ കിടത്തി അല്പം കഴിയുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വന്ന് നോക്കുമ്പോൾ മൂത്ത കുഞ്ഞ് ഉണ്ട്, രണ്ടാമത്തെ കുഞ്ഞിനെ കാണുന്നില്ല. അപ്പോൾ ആ കുഞ്ഞിനെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ അച്ഛനെ വിളിച്ച് ചോദിക്കുന്നു. അപ്പോൾ അച്ഛനെ ഉറങ്ങി കിടക്കുകയായിരുന്നു. അപ്പോൾ ഇതെല്ലാം കുറേ പേരെങ്കിലും ഉണർന്നിരിക്കുന്ന സമയത്താണ് ഈ കാര്യം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ദുരൂഹത കൂടുതൽ വർദ്ധിപ്പിക്കുന്നത്. എന്തായിരുന്നാലും പോലീസിൻ്റെ അന്വേഷണം വളരെ തൃപ്തികരമായിട്ടാണ് ഇതുവരെ മുന്നോട്ട് പോകുന്നത്. ആ കാര്യങ്ങളിൽ കൂടുതൽ എനിക്ക് തോന്നുന്നു ഇന്ന് തന്നെ ഏറെ താമസിയാതെ തന്നെ ഇതിൻ്റെ വ്യക്തമായ വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ്. മൊഴികളിലെ വൈരുദ്ധ്യമാണല്ലോ ഈ കാര്യം തെളിയിക്കുന്നതിൻ്റെ ഒരു ദിശയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. പോലീസിൽ എന്തെങ്കിലും ഔദ്യോഗികമായി വിവരം കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഔദ്യോഗിക വിവരം നമ്മളുമായിട്ട് കൺവേ ചെയ്യില്ല. ഒരു പൊതുവിൽ അറിയിക്കുകയാണ് ചെയ്യുന്നത്. പോലീസ് നൽകുന്നതല്ല, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നല്ലോ, രാവിലെ മുതൽ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇത് തീർച്ചയായും സ്വാഭാവികമായി നടന്ന ഒരു സംഭവമല്ല. അതെങ്ങനെ നടന്നു, ആര് ചെയ്തു, ആരൊക്കെയാണ് അതിന്റെ പിന്നിലുള്ളത് എന്നതെല്ലാം അന്വേഷണത്തിൽ. എനിക്കൊരു 6:45 വിവരമുണ്ട്. ഞാൻ 7:15 ഇവിടെ എത്തി. ആ സമയത്ത് നെയ്യാറ്റിൻകര DYSPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഇവിടെ ഉണ്ടായിരുന്നു. അവരും നാട്ടുകാരും എല്ലാം സമീപ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ പരിശോധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കിണറിൽ നോക്കി അപ്പോൾ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. പോലീസ് തന്നെയാണ് ഫയർഫോഴ്സിനെ ഇതൊന്ന് പരിശോധിക്കാൻ നിർദ്ദേശം കൊടുത്തതും. ഫയർഫോഴ്സ് വന്നു അവരുടെ പരിശോധനയിലാണ് കുഞ്ഞിന്റെ മൃതദേഹം ഇതിനകത്തുള്ളതായിട്ട്. ആദ്യഘട്ടത്തിൽ കുടുംബാംഗങ്ങളുമായി ഞാൻ സംസാരിച്ചിരുന്നു. എന്താണ് ആ സമയത്ത് അവർ പറയുന്നത്? ഈ മൂത്ത അവിടെ ഒരു ചെറിയ തീപിടുത്തം ഉണ്ടായി. ആ മുറിയിൽ അമ്മാവന്റെ മുറിയിൽ ഒരു തീപിടുത്തം ഉണ്ടായി. പക്ഷെ പിന്നീട് നമുക്ക് ഇപ്പോൾ പോയാലും അതിൽ മണ്ണെണ്ണയുടെ ഗന്ധം ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ തീപിടുത്തം നടക്കുന്ന സമയത്ത് അവര് അണയ്ക്കാൻ അമ്മുമ്മ ഈ ബക്കറ്റിൽ വെള്ളം എടുത്തു കൊണ്ടുപോയി അവര് തീ അണയ്ക്കാൻ ശ്രമിച്ചു. തീ അണച്ചു. അത് കഴിഞ്ഞിട്ടാണ് കുഞ്ഞുങ്ങളെ നോക്കാൻ പോകുമ്പോഴാണ് ഒരു കുഞ്ഞില്ല എന്ന് പറയുന്നത്. അതിന് തൊട്ടു മുമ്പ് തന്നെ മൂത്ത കുഞ്ഞിനെ ടോയ്ലറ്റിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഇളയ കുഞ്ഞിനെ എടുത്ത് അച്ഛൻ്റെ അടുത്ത് കിടത്തിയിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ ഇവരെല്ലാവരും എഴുന്നേറ്റ് ഈ പ്രവൃത്തികളൊക്കെ നടക്കുന്ന സമയത്താണ് ഇത് കാണാൻ കുട്ടി കണ്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ദുരൂഹത ഉണ്ടാക്കുന്ന ഒരു സംഭവം. തീ അടച്ചതിന് ശേഷം തിരിച്ചെത്തുമ്പോൾ കുഞ്ഞില്ല എന്നുള്ളതായിരുന്നു. അല്ല, അതെ, ആ നിലയിലാണ് ഇവരുടെ ആദ്യം നൽകിയിട്ടുള്ള വിശദീകരണം.